ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു യാത്രയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കോങ്ങാട് ടൗണിൽ നിന്നും കോങ്ങാട് ചെറുപ്പശ്ശേരി റോഡിലൂടെ കുറച്ച് പോയി കഴിഞ്ഞാൽ മണിക്കശ്ശേരിയിലോട്ടൊരു റോഡ് കാണും. ആ റോഡിലൂടെ ഒരു 3-3.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ബോർഡ് കാണാം: മണിക്കശ്ശേരി തിരുവിൽപ്പാറ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഏക്കർ കണക്കിനോളം പരന്നു കിടക്കുന്ന ഒരു വലിയ മലയുടെ മുകളിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു ക്ഷേത്രം. അതാണ് തിരുവിൽപ്പാറ ശ്രീരാമസ്വാമി ക്ഷേത്രം. പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി മുഴുവൻ വിളിച്ചോതുന്ന ഒരു ചുറ്റുപാടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതാ മലയുടെ ചോട്ടിൽ എത്തിക്കഴിഞ്ഞു, അതായത് അമ്പലത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വ്യൂസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മലയുടെ മുകളിലായിട്ടാണ് നമ്മുടെ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ മലയുടെ സൈഡിൽ കൂടെ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. നിറയെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കല്ല് പാകിയ പോലത്തെ വഴിയാണ്. അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു ചെല്ലുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ കയറാൻ പറ്റുന്ന ഒരു മലയാണിത്. വലിയ കുത്തനെയുള്ള മലയല്ല. പിന്നെ അതിലുപരി തന്നെ ഇവിടെ കൈവരി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് വെട്ടിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ കൈവരി പിടിച്ച് മേലോട്ട് കയറാൻ പറ്റും, വയസ്സായവർക്കാണെങ്കിൽ പോലും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് മലയുടെ മുകളിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു ആമ്പൽക്കുളം കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് പിന്നെ തിരിച്ചു വന്ന് എടുക്കാമെന്ന് വിചാരിച്ചുവെങ്കിലും പിന്നെ ഈ ആമ്പൽക്കുളം ആദ്യം ഫോക്കസ് ചെയ്ത് പിന്നെ എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിക്ക് തന്നെ ആ ആമ്പൽക്കുളം കാണാൻ നമുക്ക് സാധിക്കും. വളരെ മനോഹരമാണ് അത് കാണാൻ തന്നെ. നമ്മളിത് ആ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ശ്രീരാമസ്വാമി രാവണ നിഗ്രഹത്തിന് ശേഷം ലക്ഷ്മണനും സീതാദേവിയുമായി ഇവിടെ വന്ന് വിശ്രമിച്ചു എന്നാണ് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം. നമ്മുടെ തിരുവല്യാമല ശ്രീരാമസ്വാമി ക്ഷേത്രമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സാമ്യമുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് കാണാൻ പറ്റുക. ഇവിടെയും വടമാലയും വെറ്റിലമാലയും ഒക്കെയാണ് പ്രധാന വഴിപാടുകൾ ഹനുമാൻ സ്വാമിക്ക്. അതിനുശേഷം നമുക്ക് ഉപദേവനായിട്ട് പിന്നുള്ളത് ഇവിടെ ഗണപതിയാണ്. അപ്പം ഹനുമാൻ സ്വാമിയും ഗണപതിയാണ് ഉപദേവന്മാരായിട്ടുള്ളത്. ഇപ്പോൾ ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും സീതാദേവിയും ഒത്തിട്ടുള്ള പ്രതിഷ്ഠ, ഒരുമിച്ചിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ രാവിലെയാണ് വന്നത്. അപ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല രസമുണ്ട്. വൈകുന്നേരങ്ങളിലും നല്ല രസമാണ്. 5 മണി തൊട്ട് 7 മണി വരെ വൈകുന്നേരമുണ്ട്. അപ്പോൾ അതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു എൻട്രൻസും കൂടെ ഉണ്ട് പുറത്തോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നോക്കൂ, എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടുന്ന് ഉള്ളത് എന്നുള്ളത്. മഴയൊക്കെ പെയ്തതുകൊണ്ട് ഈ പാറയുടെ ഇടയിലുള്ള കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ കിണറിലെ വെള്ളം ഒരിക്കലും വറ്റില്ല എന്നുള്ളതാണ്. എത്ര കഠിനമായ വേനൽക്കാലം വന്നാലും ഈ കിണറിലെ വെള്ളം വറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കിണറിൽ എന്തെങ്കിലും ഇട്ടാൽ അത് തിരുവല്യാമലയിൽ ഇതുപോലൊരു കിണറുണ്ട്, അവിടെയും നമുക്ക് കാണാൻ സാധിക്കും എന്നൊന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയില്ല. പക്ഷേ ആ കിണർ എത്ര കഠിനമായ വേനൽക്കാലത്തും വറ്റില്ല എന്നുള്ളത് ശരിയായ കാര്യമാണ്. പിന്നെ ഇതാണ് ഊട്ടുവര. ഊട്ടുവരയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിന് തൊട്ട് താഴത്തുള്ള കിണറിൽ നിന്നാണ് നമ്മൾ ഇവരെടുക്കുന്നത്. അതിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് നിറയെ വെള്ളമുണ്ട്. പക്ഷെ ഇതൊക്കെ വേനൽക്കാലത്ത് പറ്റുന്നതാണ് കേട്ടത്.
സഹ്യാദ്രിയുടെ ഭാഗമായിട്ടുള്ള കല്ലടിക്കോടൻ മലയാണ് നിങ്ങളിത് കാണുന്നത്. ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല, അത്രയും മനോഹരമാണ് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരമൊക്കെ വന്നാൽ വളരെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചയൊക്കെ കണ്ട് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഈ മല ഇറങ്ങിയിട്ട് നേരെ താഴത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതെങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് നേരത്തെ ആ പറഞ്ഞ അമ്പലക്കുളത്തിൻ്റെ വീണ്ടും ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. താഴെ നല്ല ഭംഗിയാണ് മുളങ്കൂട്ടങ്ങളും ഒക്കെ വന്നിട്ട്. അപ്പോൾ അമ്മയും അച്ഛനും ഇവിടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു പുഴയുണ്ടെന്ന് മുമ്പ് എന്നോ വന്നൊരു ഓർമ്മയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് പോയി നോക്കി. ഇനിയിപ്പോൾ പുഴ കണ്ടില്ലെങ്കിൽ ആ പോകുന്ന വഴി കണ്ടപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു നാട്ടുവഴിയുടെ അതേ പ്രതീതി തോന്നിയതുകൊണ്ട് പോയി നോക്കിയതാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരം പോയിട്ട് പുഴ കാണാനിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നുവെങ്കിലും ആ ഒരു വഴിയും ചുറ്റുപാടും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഏക്കർ കണക്കിന് നീണ്ടു പരന്ന് കിടക്കുന്ന പാറ ആയതുകൊണ്ട് എല്ലാ സൈഡിലും നമുക്കതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ കുറേ പച്ചപ്പും ഒക്കെ നിറഞ്ഞ് നല്ല ഭംഗിയുള്ള വഴി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ പോയി നോക്കി. നമുക്ക് പ്രകൃതിയിലൂടെയുള്ളൊരു യാത്ര അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഇവിടെ വന്ന് ഈ ചുറ്റുപാടും ഈ അമ്പലവും ഒക്കെ കാണണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും വരിക തന്നെ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി. വളരെ ഭംഗിയുണ്ട് ഇവിടെ കാണാനൊക്കെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. വീണ്ടും നല്ല മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.